ബിസിനസ്സാണ് പഠിച്ചതെന്നുണ്ടെങ്കിലും ഞാൻ സത്യം പറഞ്ഞ ഒരു ഓണ്ടർപ്രണറെയും ഒരു ബിസിനസ്മാനെയും ജീവിതത്തിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ ഫോളോ ചെയ്തിട്ടില്ല. പക്ഷേ CJ റോയ് എന്ന് പറഞ്ഞൊരു മനുഷ്യനെ ഞാൻ ഒരുപാട് മാസങ്ങളായിട്ട് കാലങ്ങളായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പെട്ടെന്ന് ആ വ്യക്തി മരിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്കെന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ആത്മഹത്യ പ്രവണത അല്ലെങ്കിൽ ആത്മഹത്യ എന്നുള്ള ഒരു കാലഘട്ടത്തിലൂടെ പോയതുകൊണ്ടും പിന്നെ ഒരുപാട് മനുഷ്യരെ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷിച്ചതുകൊണ്ടും ഒരുപാട് മനുഷ്യരെ കേട്ടതുകൊണ്ടും എനിക്ക് അത്രയും ആസ്തിയുള്ള അല്ലെങ്കിൽ അത്രയും ആളുകൾ അറിയുന്ന ആ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ആരും ഉണ്ടായില്ലല്ലോ എന്നുള്ള സങ്കടം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പണ്ട് സുശാന്താണെന്ന് തോന്നുന്നു, സുശാന്ത് മരിച്ച സമയത്തും വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ഒരു ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പലപ്പോഴും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ പല പൊസിഷനിൽ നിൽക്കുന്ന ആളുകൾക്ക് തൻ്റെ സങ്കടങ്ങൾ അല്ലെങ്കിൽ തൻ്റെ ഫ്രസ്ട്രേഷനുകൾ സ്ട്രെസ്സുകളൊക്കെ പറയാൻ ആളുകൾ കുറവായിരിക്കും. കാരണം അവരെ ജഡ്ജ് ചെയ്യുമെന്നുള്ള ഒരു ഭയവും പിന്നെ അതേപോലെ തന്നെ അവരുടെ സ്പേസുകളും ട്രസ്റ്റ് ചെയ്യാനുള്ള ആളുകളും ഒക്കെ കുറവായിരിക്കും. പക്ഷേ ശരിക്കും നമ്മൾ അതിനുള്ളൊരു സ്പേസ് ഓരോ ഓണ്ടർപ്രണറും ഓരോ ബിസിനസ് ചെയ്യുന്ന ആളും നിർബന്ധമായും കണ്ടുപിടിക്കേണ്ടത് അല്ലെങ്കിൽ കണ്ടെത്തേണ്ടത് ഭയങ്കര നിർബന്ധമാണ്. എനിക്ക് പലപ്പോഴും വരുന്ന ക്ലയൻസ് ചിലർ ബിസിനസ് ചെയ്യുന്ന ആളുകളായിരിക്കും. അവർ നന്നായിട്ട് തന്നെ ബിസിനസ്സിൽ എക്സൽ ചെയ്യുന്ന സമയത്ത് പോലും അവർക്ക് റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാവും, വേറെ പല പ്രശ്നങ്ങൾ ഫാമിലി ഇഷ്യൂസ് ഒക്കെ കാരണം അവർ ഭയങ്കര ഡൗൺ ആയിട്ടുണ്ടാവും. പക്ഷെ അവർ ഓൾറെഡി അതിൽ ബിസിനസ്സിൽ എക്സൽ ചെയ്യുന്നത് കാരണം അവർ നല്ല രീതിയിൽ തന്നെ അതിനെ മാനേജ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ പലപ്പോഴും അവർക്ക് ഒറ്റയ്ക്ക് അത് പറ്റണമെന്നില്ല. പക്ഷെ പലപ്പോഴും പലരും ലഹരിക്ക് അടിമപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അതിനെ മറികടക്കുന്നത് പലതരത്തിലുള്ള കുറച്ച് സമയത്തേക്ക് നമുക്ക് റിലാക്സേഷൻ കിട്ടുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും കൊണ്ടായിരിക്കും. പക്ഷെ അതിനൊക്കെ അപ്പുറം നമ്മളുടെ കൂടെ നിൽക്കാനും നമ്മളെ കേൾക്കാനും ഒരു മെന്റർഷിപ്പ് അല്ലെങ്കിൽ ഒരു വ്യക്തിയെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരു വ്യക്തിയെങ്കിലും സമ്പാദിച്ചു വെക്കണം. നമ്മളായി മനസ്സിലാക്കുന്ന നമ്മളായി കേൾക്കുന്ന ഒരു വ്യക്തിയെങ്കിലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സമ്പാദിച്ചു വെക്കണം എന്ന് പറയുന്നത് അതാണ്. അങ്ങനെയുള്ള ഒരാളെങ്കിലും നിങ്ങൾ കണ്ടെത്തണം. ഇങ്ങനെ വരുന്ന പല മനുഷ്യർക്കും പല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവരാരോടും തുറന്നു പറയാനോ പലപ്പോഴും ഒരു ഓപ്പൺ ചെയ്യാനുള്ള സ്പേസ് കിട്ടാത്തത് കൊണ്ട് അവർ പലപ്പോഴും അവരുടെ ആ ഒരു സ്റ്റബേൺ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് കാരണം പിടിച്ചു വെക്കുന്നതാവാം. ചിലപ്പോൾ ചിന്തിക്കാത്ത തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ പല ബിസിനസ്സുകാരും ഇതുപോലെ സൂയിസൈഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ്റെ ഫാമിലിയിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് കാണുന്ന ഓരോ ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതുപോലെ ഹൈ റിസ്ക് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന നല്ല രീതിയിൽ എക്സൽ ചെയ്ത് നിൽക്കുന്ന ഓരോ മനുഷ്യരും ഉണ്ടാവും ചിലപ്പോൾ ഇത് കാണുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ തുടങ്ങാൻ ചെറിയ സ്റ്റാർട്ടപ്പുകൾ ചെയ്ത് നിൽക്കുന്ന ഓരോ മനുഷ്യരും ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും നിങ്ങൾ എടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് എല്ലാവരും ചെയ്യുന്ന ഒരു സ്റ്റെപ്പല്ല, എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മെന്റൽ പ്രഷർ, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ തലയിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ കേൾക്കുന്ന, ഒരു ജഡ്ജ്മെന്റലും അല്ലാതെ നിങ്ങളെ കേൾക്കുന്ന, കോൺഫിഡൻഷ്യൽ ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളെങ്കിലും നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ആർക്കെങ്കിലും ഇതുപോലത്തെ ഒരു ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. തീർത്തും ഒരു മനുഷ്യനെ കേൾക്കാനുള്ള ഒരു ഇടമുണ്ടാവുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ഒരാൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്നുള്ളത്. അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കറിയില്ല ഈ വീഡിയോ കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളത്. പക്ഷേ നിങ്ങൾ എന്നെ ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ മറ്റൊരാളെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങളെ കേൾക്കാൻ ഒരാളുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഒരു ചെറിയ സെക്കൻഡ് കൊണ്ട് മാറി മറിയാവുന്ന ഒരു മനസ്സുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളുടെ ഫിസിക്കൽ ബോഡിനേക്കാളും അത്രയും ഡേഞ്ചറസ് ആണ് നമ്മളുടെ മനസ്സ് എന്നുള്ളത്. ആ ഒരു മനസ്സിനെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടു നടക്കുക എന്നുള്ളത് അത്രയും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയും ഹൈ റിസ്ക് ആയിട്ടുള്ള ഫ്ലക്ച്വേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ബിസിനസ് ചെയ്യുന്ന ആളുകളോടാണ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ ഒരു മെന്റൽ വെൽബീയിങ് നിങ്ങൾ ഉറപ്പ് വരുത്തുക.